ഇനി അങ്ങനെ പറ്റു കൊണ്ടാറാം. ലളിയ വണ്ടി എടുക്കണം. അല്ലടാ പശുവിനെ കുളിപ്പിക്കുക കണ്ടില്ലേ? അല്ലളിയാ ഇവിടുത്തെ കിണറെങ്ങനെ വേനൽക്കാലത്ത് പറ്റുമോ? എന്തേ പറ്റിക്കണ? ഇവിടുത്തെ കിണറും കുളവും പുഴയൊക്കെ പറ്റുമ്പോഴേ ഉള്ളിലൊരു ടെൻഷൻ. എന്തല്ലയാ നിനക്കിപ്പോ ഭയങ്കര പരിസ്ഥിതി സ്നേഹമുള്ള. ആ അടിക്കാത്തോണ്ടോ തോന്നുന്നു. വല്ലാത്ത പരിസ്ഥിതി സ്നേഹം. നല്ല കാര്യ. അളിയാ നിവൃത്തിയില്ലാത്തോണ്ട് ചോദിക്കുക. തന്തയ്ക്ക് വിളിക്കരുത്. അതെ 2000 രൂപ വരാം ഒരു വെക്കരു. ഇല്ലല്ലേ ഒരു രക്ഷയില്ല. അയ്യോ പോലീസ് അല്ല എക്സൈസ്. മോനെ നിന്റെ കുപ്പി പൊട്ടി. നീ അല്ലടാ ഇത്? അതെ. കുപ്പി വിടറാ. എൻ്റെ കുപ്പിയൊന്നുമില്ല. അങ്ങനെ എൻ്റെ കുപ്പിയൊന്നുമില്ല സാറേ. നിന്റെ കയ്യിൽ കുപ്പിയില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. നിന്റെ വീട്ടിനകത്ത് ഉണ്ടോന്നൊന്ന് തപ്പട്ടെ. സതീശാ ആ സാർ. ആ പറയും നോക്ക്. അരിച്ചു പറിക്കാൻ നോക്കണം. എൻ്റെ അടിയിൽ വല്ലോ ഒന്ന് കിടിയിലവിടെ അവിടെ ഒന്നും. നിങ്ങളുടെ മോൻ എവിടെ കുപ്പി പിടിച്ചു വെച്ചിരിക്കുന്നോ പറ. ഉള്ള സത്യം പറഞ്ഞോ ഇല്ല എല്ലാരും കൂടെ ജയിലിൽ പോകും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കെ. എവിടാ വെച്ചിരിക്കുന്നു പറ. എവിടാ പൂട്ടി വെച്ചിരിക്കുന്നു? ഇവിടെ ഒന്നുമില്ല സാറേ. നോക്കണം. എവിടെ വെച്ചിരിക്കുന്നു പറ. അതിന്റെ മോനെ എവിടാ കുപ്പി പറ. കുപ്പിയൊക്കെ ഞാൻ അടിച്ച് തീർത്ത് സാറേ. എന്നിട്ട് ഇതവിടെ ഉള്ളിയെ. നീ ഒന്നും കുപ്പി അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെ നീയൊക്കെ എവിടെ കൊണ്ട് താഴ്ത്തിയാലും ഞാനത് പൊക്കിയിരിക്കും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണോ കേട്ടോ. അളിയ നീ ഒരു ഭീകരനാട്ടാ. അവരെത്ര നോക്കിയിട്ട് കുപ്പി കിട്ടിയില്ലെങ്കിൽ നീ തെവട്ടെ കൊണ്ടേടാ താഴ്ത്തിയത്. അതെങ്കിലും ഒന്ന് പറഞ്ഞോടാ. ഞാൻ രോമാഞ്ചം കൊള്ളട്ടെ. ആ രഹസ്യം എന്നോട് കൂടി എന്നെ അവസാനിക്കട്ടെ. അങ്ങനെ പറയലളിയ. ഒരു 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 ക്ലൂ എങ്കിലാ. ഒരു കാര്യം ഞാൻ പറയാം. അത് വെള്ളത്തിനടിയിലാ. കിണറ്റില്ല. ഞാൻ പെട്ടു. എന്റെ സുമേഷെ നീയല്ലേ കാലത്ത് വിളിച്ചിട്ട് എല്ലാം സെറ്റാണ് തൊണ്ടിയൊക്കെ താഴ്ത്തിന്നും പറഞ്ഞേ. എടാ തൊണ്ടിയൊക്കെ താഴ്ത്തിയത് അളിയ. പക്ഷെ ഒരു തെണ്ടി അതിനേക്കാൾ വലിയൊരു തൊണ്ടി അവിടെ കൊണ്ടേ താഴ്ത്തി അവനെ പൊക്കി എന്നെ പൊക്കും. എന്റെ പള്ളി. സാറേ മറ്റേ സാറില്ലേ റോക്കറ്റകത്തല്ലോ ചെല്ല്. ഷിബു സാറുണ്ടോ? ഷിബു സാറില്ലല്ലോ. സാറേ ഒന്നുകിൽ എനിക്ക് എൻ്റെ പഴയ ഡ്രോൺ കിട്ടണം, ഇല്ലേ പുതിയ വാങ്ങിച്ചു തരണം. നാളെ വൈകുന്നേരം വരെ ഞാൻ നോക്കും.
ഇല്ലെങ്കിൽ ഈ ഫൂട്ടേജ് എടുത്ത് ഞാൻ ലോക്കൽ ചാനലുകാർ കൊടുക്കും. നോക്കിക്കോ, 50,000 രൂപയെങ്കിലും കിട്ടുമല്ലോ. എനിക്കും വേണ്ടേ സാറേ നിധി. മനുമോനെ, അത് മാത്രം ചെയ്യരുത്. ചെയ്യും. എൻ്റെ 3 മാസത്തെ സാലറി കൂട്ടിയാൽ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തികയില്ല. തേങ്ങ. പോലീസ് ഇൻസ്പെക്ടറാണെന്നേ ഉള്ളൂ. ഹൗസിംഗ് ലോൺ, കാറിൻ്റെ അടവ്, പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എനിക്ക് 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ. ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ? കമ്മീഷണർ ഇൻസ്പെക്ടർ ബൽറാമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസുകാരൊക്കെ വലിയ സംഭവമാണ്. ഒരു കുന്തമല്ല. ഡ്രോണൊക്കെ പോയതല്ലേ സാറേ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ നടക്കൂല സാറേ. മനുമോനെ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, നാളെ 6 മണി അതിനുള്ളിൽ എൻ്റെ ഡ്രോൺ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടണം. സാറേ, എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലുകാർക്ക് കൊടുക്കും. ഒന്ന് പോ സാറേ. അയാളുടെ പൊത്തനവര് രാജാവിന്റെ പണിയാണല്ലോ സാറേ. ഇല്ല മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ വിളിക്കാം. ശിവ, ഇയാൾക്കിത് വേറെ പണിയുണ്ട്. ഹലോ, മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തിവിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ? എടോ, താൻ പറത്തി വിട്ടോന്ന് പറയടോ. സാറേ, താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു, ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ. അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ മുതല് അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ പൊക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ എങ്ങാനും ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളു. എന്നെ കിട്ടില്ല. തേങ്ങ കൊടുക്കാൻ ഇങ്ങനെ ഇരിക്കും. ശരി. പെൻഷൻ പറ്റുന്ന നേരത്താ. ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. കോണത്തിലെ ചേട്ട മക്കളെ പാടി നമ്മുടെ ക്ലാഡിന്റെ സൗണ്ടല്ലേ കേൾക്കണം. അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയനല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണല്ലോ. പണ്ട് അവിടെ കഴിഞ്ഞിട്ട് ഇന്നലെ പട്ടി എങ്ങനെയാണ്? മിണ്ടിപ്പോര് തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്കറി പോയിക്കേ. പോലീസിനെ വിളിച്ചൊന്ന് ഇഞ്ച പാചകി ഇപ്പൊ കത്തിക്കില്ല. അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തി കാണിക്കണേ? എന്റെ ജോസ് എന്തുട്ട് പ്രശ്നം? എന്നോട് ഞാൻ കൊല്ലണം പന്നി. നീ സാമ്പിൾ ഉപ്പില് എന്തൊട്ടൊക്കെ നീ കാണിക്കണേ? വാങ്ങട്. പതായിരുന്ന കാര്യം. ആ മതിലും വലിയ നാറിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. ചന്ദ്രൻ പോയിട്ട് ഇപ്പോ വർഷം 15 കഴിഞ്ഞു അല്ലേ? കർക്കിടകം കഴിഞ്ഞാൽ 16 ആവും. മോനെ
കുമാരേട്ടനെ അറിയില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ വലിയ കൂട്ടായിരുന്നു. കുമാരേട്ടന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ? നീ ഇങ്ങോട്ട് വാ. ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാം. ഷർട്ടൊന്നും വേണ്ടാന്നേ, നീ ഇങ്ങോട്ട് വാ ഫസ്റ്റ്. കുപ്പിക്കാവും. മോനെ ജിനു. ജിന്നല്ല ആ അതെന്തെങ്കിലും ആട്ടെ. എന്നെ കുംഭംകുമാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ. എനിക്ക് പണ്ട് ഈ കല്ലൂര് വാറ്റായിരുന്നേ. അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ. നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്ന് പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ. ആ ചന്ദ്രന്റെ മോനാണ് നീയെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കുറച്ച് മുന്നാ. നീയാകെ വളർന്ന ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയില്ലോടാ. ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ. കുപ്പി എവറാ? എന്ത് കുപ്പി? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. ഇതാ കൊച്ചിറക്ക, കുപ്പി നീ താത്തിയതാണെന്നും 1 കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് വന്നേ. മോനെ വിനു, ഇങ്ങോട്ടേക്ക്. നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട്. സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ? നടക്കില്ല വിനു. എക്സസൈസ് നിന്നെ പൂട്ടും. പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ. കുപ്പി ഒന്നിന് 5000 രൂപ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടി ഉണ്ടാ. ആര്? പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ തനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ്. എത്ര കുപ്പി ഉണ്ടാ നിന്റെ കയ്യില്? പതുക്കെ പറ. എത്ര കുപ്പിയുണ്ട് നിന്റെ കയ്യില്? ഒരു 31 കുപ്പി കാണും. 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ? കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല. പുറകിലാണ് എക്സസൈസ് ഉണ്ട്. എനിക്കൊരു സമയം വേണം. ദേ ഇത് 10000 അഡ്വാൻസ്, ബാക്കി കച്ചവടം നടന്നിട്ട്. മനസ്സിലായ? കുമാരൻ്റെ ഡീൽസൊക്കെ ഇങ്ങനെയാ, സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ. ഓക്കെ? ഇനിയിപ്പോൾ ഷർട്ടോ എന്താണെന്ന് വെച്ചോട്ടോ.